ശ്രീ ശ്രീത് പണിക്കർ, കേരള മുഖ്യമന്ത്രി കള്ളം പറയുകയാണോ? അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അങ്ങനെ കരുതേണ്ടി വരും എന്നാണ് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ കരുതുന്നത്. കാരണം അദ്ദേഹം 2 ദിവസമായിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ല. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സത്യമാണ് എങ്കിൽ ആ സത്യത്തിന് നമ്മുടെ ഭാഗത്തു നിന്ന് ഒറ്റ വേർഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സത്യം ഇന്നും നാളെയും ഒന്ന് തന്നെ ആയിരിക്കുകയും ചെയ്യും. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് അദ്ദേഹം 2 വേർഷനാണ് ഇതിൽ പറഞ്ഞത് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ആദ്യമേ തന്നെ പറയട്ടെ, ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള സ്ഥലത്തേക്ക് പോകുന്നതിൽ യാതൊരു വിധത്തിലുള്ള കുറ്റവും കാണുന്ന ആളല്ല ഞാൻ. പക്ഷെ അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ, 2 ദിവസവും പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നേരിട്ടുള്ള ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം വാട്ടബൌട്ടറിയാണ്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ആദ്യത്തെ ദിവസം അദ്ദേഹം പറഞ്ഞ ന്യായം, ഒരു ഡിന്നർ മീറ്റിൽ ഈ നിക്ഷേപകരെ കാണാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോകാൻ താൻ വന്ദേ ഭാരത് ബുക്ക് ചെയ്തിരുന്നതാണ് എന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് തൻ്റെ വന്ദേ ഭാരതിലുള്ള ബുക്കിങ്ങിന്റെ, കൊച്ചിയിലേക്കുള്ള വിസിറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഡിന്നർ മീറ്റിൽ ഈ ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. രണ്ടാമത് ഇന്ന് അദ്ദേഹം പക്ഷേ പറയുന്നത്, ഈ ദിവസം, അതായത് ഇവരെ മീറ്റ് ചെയ്യുന്ന ദിവസം, അന്ന് വൈകിട്ട് ഞാൻ എറണാകുളത്ത് ഉള്ളത് കൊണ്ട് അവരെ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ആ ഡിന്നർ മീറ്റോ കാര്യങ്ങളോ അല്ല, നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒരു മീറ്റിംഗ് അല്ല, മറിച്ച് അദ്ദേഹം മറ്റെന്തോ പർപ്പസിന് വേണ്ടിയിട്ട് കൊച്ചിയിലെത്തുന്നു. അപ്പോൾ അവരവിടെ ഉള്ളത് കൊണ്ട് അവരെ അവിടെ വെച്ച് കാണുന്നുവെന്നാണ്. അത് രണ്ടും തമ്മിൽ കൺസിസ്റ്റന്റ് അല്ല എന്നുള്ളത് കേൾക്കുന്ന ഏതൊരാൾക്കും, ഒരു കുട്ടിക്ക് വരെ മനസ്സിലാകും. ഈ രീതിയിലത്തേക്ക് 2 ന്യായീകരണങ്ങൾ അദ്ദേഹം പറയുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 2, ഇതിൽ എതിർക്കുന്നതിന്റെ ഭാഗം, ഇപ്പൊ അദ്ദേഹം ന്യായീകരിക്കാനായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് മാസം 80 ലക്ഷം രൂപ ഇതിന് കൊടുക്കുന്നുണ്ട്, മാസം 20-25 മണിക്കൂർ സൗജന്യമായിട്ട് ഉപയോഗിക്കാം, ഞാൻ അവിടെ യാത്ര ചെയ്തത് കൊണ്ട് 1 രൂപ പോലും സർക്കാരിന്റെ ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എന്ത് കാര്യത്തിനാണ് പിണറായി വിജയനെ ഹെലികോപ്റ്ററിന്റെ പേരിൽ കുറ്റം പറഞ്ഞിരുന്നത്? കുറ്റം പറഞ്ഞില്ല എന്ന് പോലും പറഞ്ഞു, ഞാൻ വിമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് നുണയാണ്. മലയാളം പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും 2023 പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കാര്യമാണ്. നമുക്ക് തെളിവായിട്ട് മനോരമയുണ്ട്, അതേപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെയും നുണ പറഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹം ഈ വിമർശിച്ചിരിക്കുന്നത് ഒരു ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് അദ്ദേഹത്തിന്റെ വിമർശനത്തിന് അന്ന് പല ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സർക്കാർ ഇങ്ങനെ മാസം 80 ലക്ഷം രൂപ കൊടുത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് ധൂർത്താണ് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വിമർശനം. രണ്ടാമത്തെ വിമർശനം, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ട്രഷറിയിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ ചെക്ക് പോലും മാറാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്, അപ്പോൾ പൊതുധനത്തിന്റെ ധൂർത്താണ് എന്ന് സമർത്ഥിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞു. മൂന്നാമത്, ഔദ്യോഗികമായി അദ്ദേഹം ലാളിത്യം ഉപേക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി, അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് കാപട്യമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ ലാളിത്യത്തിൽ, ഒരു രാഷ്ട്രീയക്കാരന്റെ ലാളിത്യത്തിൽ, ഭരണാധികാരിയുടെ ലാളിത്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കരാർ റദ്ദാക്കണം എന്നുകൂടിയാണ് അദ്ദേഹം അന്ന് ആവശ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇദ്ദേഹം സ്വീകരിക്കുന്നത് ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പൊസിഷനാണ്. നമുക്കതിനെ പ്രിൻസിപ്പിൾഡ് പൊസിഷൻ എന്ന് വിളിക്കാം. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് എന്തായാലും 80 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ സാധനം അവിടെ വാങ്ങിയിട്ടിട്ടുണ്ട്, എന്തായാലും 20-25 മണിക്കൂർ പോകാം, എന്നാൽ പിന്നെ എന്താ കുഴപ്പമെന്നാണ്. ഇത് പണ്ടൊരു തമാശയുണ്ട്. ഈ ഇൻഡിഗോ ഫ്ലൈറ്റിൽ ആൾക്കാർ ഡൽഹിയിലേക്ക് പോകുന്ന ഇൻഡിഗോ ഫ്ലൈറ്റാണ്. അപ്പോൾ അതിൽ സീറ്റ്, ഈ ഫ്രണ്ടിലത്തെ നമുക്കറിയാം, ഈ എക്സൽ സീറ്റ് ഉണ്ട്, 500 രൂപ മറ്റോ അഡീഷണൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സ്ട്രാ ലെഗ് സ്പേസ് ഉള്ള സീറ്റാണ്. അപ്പോൾ അതിൽ ഒരാൾ ഈ എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ആ മുന്നിലത്തെ സീറ്റിൽ ഒരെണ്ണം എനിക്ക് തരുമോ? പറഞ്ഞാൽ തരാം സാർ, എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, അല്ല എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യുന്നില്ല, എന്തായാലും ഈ വിമാനം അങ്ങോട്ട് പോവാണ്, അതിലാരുമില്ല, എന്നാൽ പിന്നെ ഞാൻ അവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് എന്താ നഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് എന്തായാലും സീറ്റ് കാലിയായിട്ട് എന്തായാലും ഡൽഹിക്ക് പോകല്ലേ, അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇരുന്നാൽ എന്താണ് കുഴപ്പം എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ അതൊരു പ്രിൻസിപ്പിൾഡ് പൊസിഷൻ അല്ല, വെറുതെ ഒരു വാട്ടബൌട്ടറി പറഞ്ഞ് ഇതുകൊണ്ട് ആർക്കും നഷ്ടമില്ലല്ലോ എന്ന് പറയാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ ആദർശത്തിന്റെ കാര്യത്തിൽ ഞാൻ വലിയ ആദർശവാനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു കള്ളം കൂടി ഇവിടെ പറയുകയാണ്. സ്വകാര്യ ആവശ്യത്തിനാണ് താൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിനിടയിലേക്ക് അദ്ദേഹം ഈ നിക്ഷേപ കഥ മെനയുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഇദ്ദേഹം സ്വയം സ്ഥാപിച്ചിരിക്കുന്ന ഒരു മാനദണ്ഡത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നത്. നമുക്ക് 1-2 കാര്യങ്ങൾ അറിയാമല്ലോ. കേരളത്തിന്റെ ഇദ്ദേഹത്തിന്റെ ഈ വിസിറ്റ് നടക്കുന്ന സമയത്തുള്ള അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന് നിശ്ചയമായിട്ടും ഈ ഇൻവെസ്റ്റർക്ക് എന്തെങ്കിലും ഒരു അടിയന്തര ആവശ്യത്തിൽ അവർക്ക് ഡൽഹിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാം, നോക്കൂ, കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇവിടുത്തെ ഫ്ലഡിന്റെ പ്രശ്നമാണെങ്കിലും വെതറിന്റെ കണ്ടീഷൻസ് ആണെങ്കിലും രക്ഷാപ്രവർത്തനമാണെങ്കിലും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിൽ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഫോണിലോ വീഡിയോ കോളിലോ ബന്ധപ്പെട്ടവരോട് കാര്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ വന്ന് ഞാൻ കാണാം, അതല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കാം എന്ന് അദ്ദേഹത്തിന് പറഞ്ഞാൽ അത് ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ നിക്ഷേപകരെ കാണുന്ന കാര്യവും അതുപോലെ തന്നെ നിക്ഷേപം വരുന്നു എന്നുള്ള കാര്യവും ഒക്കെ കൊട്ടിഘോഷിക്കുന്ന ഒരാൾ കൂടിയാണ് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ. ടാറ്റയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നുവല്ലോ.
ഭീമമായ നിക്ഷേപം ഞാൻ അതിലേക്ക് വരുന്നു എന്ന് വരുന്നു. അനൗൺസ് ചെയ്ത് അദ്ദേഹം തന്നെയാണ്. ആരെ കാണുമ്പോഴും Exactly. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രസ് റിലീസ് വരുന്നതാണ്. വലിയ കേരളത്തിന് വലിയ മുതൽക്കൂട്ടായ ഒരു സംരംഭം കേരളത്തിലേക്ക് വരുന്നു, മുഖ്യമന്ത്രി ചർച്ച നടത്തി എന്നൊക്കെ. അപ്പോൾ ഇത് ഒളിച്ചു വെക്കുന്നു എന്ന് പറയുമ്പോൾ അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഉടനടി അങ്ങോട്ട് എത്താൻ കഴിയില്ല എന്നൊരു അടിയന്തര സാഹചര്യം അവരെ ബോധിപ്പിച്ചതിന് ശേഷം എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ജീവനെ കൂടി റിസ്ക് ചെയ്തിട്ട് മോശം കാലാവസ്ഥയിൽ ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നു. കാലാവസ്ഥ മോശമായതുകൊണ്ട് ഈ ഹെലികോപ്റ്റർ തിരിച്ചു വരുന്നു. എന്നിട്ട് വീണ്ടും അദ്ദേഹം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പോകുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ സ്വന്തം ജീവിതം തന്നെ റിസ്ക് ചെയ്ത് ഇങ്ങനെ മോശം കാലാവസ്ഥയിൽ യാത്ര ചെയ്യാനുള്ള എന്ത് നെസസിറ്റിയാണ് അവിടെ ഉള്ളത്? അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് രാത്രി അവർ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? അല്ല. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്ററെ ആണ് കാണുന്നത് എങ്കിൽ അവരാരാണ് എന്ന് പറയണം. കാരണം അത്ര വലിയ നെയിം ആയിരിക്കണം, അത്ര വലിയ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ അത് പറയണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, മുഖ്യമന്ത്രി നേരത്തെയും ആരെയൊക്കെയോ കണ്ടിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ബ്ലൂംബെർഗിന് ഒരു ഇന്റർവ്യൂ കൊടുത്തതും അതേപോലെ തന്നെ അദ്ദേഹം ഒരു സമ്മേളനത്തിൽ സംസാരിച്ചതും. ഈ രണ്ട് സ്ഥലത്തും പറഞ്ഞിരുന്നത് എന്താണ്? 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ടാറ്റ ഇവിടെ കൊണ്ടുവരും ഷിപ്പ് ബിൽഡിംഗുമായി ബന്ധപ്പെട്ട്. ടാറ്റയുടെ പ്രതികരണം എന്ന് എന്താണ്? വി ആർ സർപ്രൈസ്ഡ് ബൈ ചീഫ് മിനിസ്റ്റർ വി ഡി സതീശൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഞങ്ങൾക്ക് അതിശയമായി പോയി. ഇന്നലെ CP ജോൺ പറഞ്ഞ പോലത്തെ അതിശയമല്ല, ട്രൂ ആയിട്ടുള്ള അതിശയമാണ് ഞങ്ങൾക്കുണ്ടായത് എന്ന് അവർ പറയുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഞങ്ങൾ ഇങ്ങനെ സർക്കാരിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല, സർക്കാർ ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഈ രീതിയിൽ കേരളത്തിൽ നിലവിൽ ഒരു നിക്ഷേപം നടത്താനായിട്ടുള്ള താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആരെയാണ് മീറ്റ് ചെയ്തത്? ഇനി ആരെങ്കിലും ടാറ്റയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ വന്ന് കബളിപ്പിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ഈ ആരെയാണ് കണ്ടതെന്നുള്ളത് പുറത്തു പറഞ്ഞാൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കും. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഉടായ്പ ഇൻവെസ്റ്ററിനെയാണ് കാണുന്നത് എങ്കിൽ, ഈ ടാറ്റയുടെ കാര്യം പറഞ്ഞതുപോലെ വേറെ ആരെങ്കിലും ആണ് കണ്ടത് എങ്കിൽ അത് കൃത്യമായിട്ട് കൊണ്ടുവന്ന് പറയുന്നതിനും അത് ചൂണ്ടിക്കാട്ടുന്നതിനും ഇവിടുത്തെയുള്ള മാധ്യമപ്രവർത്തകർക്ക് സാധിക്കും. ഇവിടെ ഒരു കാര്യമുണ്ട്, പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് അംബാനിയും അദാനിയുമായിട്ട് ഇദ്ദേഹത്തിന് വലിയ ഡീലുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് തന്നെ ദേശീയ തലത്തിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ക്രോണി ക്യാപിറ്റലിസം എന്നാണ്. ഇവിടെ അതേപോലെ തന്നെ ഏതോ ബിസിനസ്സുകാർ വരുന്നു, ആ ബിസിനസ്സുകാരുമായിട്ട് താൻ ഒരു മീറ്റിങ്ങിന് പോയി എന്ന് പറയുന്നു. എന്നാൽ ആ ബിസിനസ്സുകാർ ആരാണെന്നോ, എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്നോ, എന്ത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നതിനെ പറ്റി അദ്ദേഹം പറയാതിരിക്കുന്നതിനും ചങ്ങാത്ത മുതലാളിത്തം എന്ന് തന്നെ തൽക്കാലം പറയാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹം പറയണം. അത് പറയുന്നില്ല. അപ്പൊ ആരെയാണ് കണ്ടത് എന്നതിനെ കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞാൽ അതിലെന്താ പ്രശ്നം? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ എന്ന് മുതലാണ് ഇൻവെസ്റ്റ്മെന്റ് ചർച്ചകളൊക്കെ സ്വകാര്യമായി മാറിയത്? മഞ്ജുഷ്, അതൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറയുന്ന മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുത്തിത്തിരിപ്പായി പോകും, ആ ഇൻവെസ്റ്റ്മെന്റ് മുടങ്ങും എന്നൊക്കെയാണ്. ശരി, ശ്രീ സിബി സത്യൻ, ഇവിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.